പുറത്താക്കപ്പെട്ട മുൻ PTA പ്രസിഡന്റും അച്ചടക്ക നടപടിക്ക് വിധേയനായ സ്കൂളിലെ ഹിന്ദി അധ്യാപകനുമാണ് പീഡന ആരോപണത്തിന് പിന്നിലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോൾ നടപടിയെടുക്കാൻ വേണ്ടി മാനേജ്മെന്റ് പോകുകയെന്ന് അറിഞ്ഞതിന്റെ പിന്നിൽ പുറത്താക്കപ്പെട്ട PTA പ്രസിഡന്റും കൂടി നടത്തുന്ന സ്കൂളിനെ താറടിപ്പിക്കുന്ന തരത്തിൽ മോശപ്പെട്ട രീതി ചിത്രീകരിക്കാനുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മാധ്യമങ്ങളിൽ വന്നത്. ശക്തമായ അമർഷമുണ്ട്. ഇത് ഞങ്ങൾ ശക്തിയായി നിഷേധിക്കുന്നു. പീഡനം സംബന്ധിച്ച ഊമക്കത്ത് ലഭിച്ച ഉടൻ തന്നെ മദർ PTA, സ്കൂൾ ജാഗ്രതാ സമിതി എന്നിവർ പരാതിയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചിരുന്നതായി സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. എന്തായാലും വിദ്യാർത്ഥികളുടെ ഒരു പരാതി ബോക്സിൽ ഇട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങൾ ലേഡി ടീച്ചർമാരാണ്. സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു 90% ലേഡി ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളാണ്. ഈ അധ്യാപികമാർ കുട്ടികളുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കം ചെലുത്തിയപ്പോൾ അത്തരമൊരു പീഡനം നടന്നതായിട്ട് ഒരു കുട്ടി പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണം കുട്ടികളിൽ ഭയപ്പാടുണ്ടാക്കുമെന്നതുകൊണ്ടാണ് ഊമക്കത്ത് പോലീസിന് കൈമാറാതിരുന്നതെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. അതേസമയം പീഡന ആരോപണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അടിക്കുന്ന പിച്ചൊന്നും കണ്ടെന്നല്ലാതെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ എഴുതി കൊടുത്താണ്. ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് 5-6 കുട്ടികൾ കൂടി ആലോചിച്ച് എഴുതിയാണ്. അത് എഴുതിയ ആളെ കണ്ടുപിടിച്ചു, ഇട്ട ആൾ കണ്ടുപിടിച്ചു. അതെല്ലാം നമ്മുടെ ഇതിൻ്റെ വനിതാ CND അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റെല്ലാം ഉണ്ട്. വളരെ പൂർണ്ണമായിട്ട് അന്വേഷണമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം കേസില്ല, ഒരു എൻക്വയറി അന്വേഷണം നടക്കട്ടെയെന്നും ആരോപണത്തിന്റെ നിജസ്ഥിതി ഇതിലൂടെ പുറത്തുവരുമെന്നുമാണ് പരാതിക്കാർ പറയുന്നത്. മീഡിയ 1 കോഴിക്കോട്.